ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയാണ്. പെരുന്നാളൊക്കെയല്ലേ വരാൻ പോണത്. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് നല്ല രുചികരമായിട്ട് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയൊന്നുമല്ല, സാധാരണ മട്ടിലുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഈ ചിക്കൻ കറി റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല ഫൈനായിട്ട് ചതച്ചെടുത്തു. ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. തീരെ ചെറുതാക്കി നുറുക്കരുത്. ചിക്കൻ്റെ കൂടെ വേവിക്കുമ്പോൾ കഷ്ണങ്ങൾക്ക് അത്യാവശ്യം വലിപ്പം വേണം. 2 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കണം. ഇത് മിനിമം അരമണിക്കൂറെങ്കിലും ഇങ്ങനെ തിരുമ്മി വയ്ക്കുക. ഇത് തിരുമ്മി വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. 4 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വഴറ്റാനുള്ളതാണ്, അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് തന്നെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നു. ഇതിലേക്ക് നേരത്തെ അരച്ചതിൽ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞെടുത്ത തക്കാളി, 2 മീഡിയം സൈസ് തക്കാളിയാണ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്. ഈ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ അത്യാവശ്യം മസാല തിരുമ്മി വെച്ചിട്ടുണ്ട്, എന്നാലും ഇതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുത്തു. പൊടികളുടെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ മസാല തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇരിക്കുന്നുണ്ട്. ഇത് ഏകദേശം 1 മണിക്കൂറായി മസാല തിരുമ്മി വെച്ചിട്ട്. ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിത് 3 വിസിലടുപ്പിച്ചു. ഫുൾ എയറും പോയതിന് ശേഷം കുക്കർ തുറന്നു. ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ചിക്കൻ കറി വാങ്ങി വെച്ചതിന് ശേഷം
കുറച്ച് മല്ലിയിലയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി കേട്ടോ. വാങ്ങി വെച്ച് ചൂടോടുകൂടി തന്നെ അതിലേക്ക് മല്ലിയില ഇട്ട് ഇളക്കുമ്പോൾ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ചിക്കൻ കറിയിൽ മല്ലിയില ഇട്ടിളക്കിയത് നന്നായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 5 മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് ചിക്കൻ കറി സെർവ് ചെയ്യാം. അങ്ങനെ ഉരുളക്കിഴങ്ങിട്ട സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.